ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മയിൽപ്പീലി വരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ വരക്കുന്നത് അടക്കം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പെയിൻറ്റിങ് മാത്രമല്ല, നമ്മൾ എങ്ങനെ മയിൽപ്പീലി വരക്കുന്നതും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കാണുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇതുപോലത്തെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം കേട്ടോ. പ്രിൻ്റ് എടുത്തിട്ടും ചെയ്യാവുന്നതാണ്. ഈ ഒരു ഷേപ്പ് വരച്ചെടുത്തു. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വരക്കുക. ഈ ഒരു ഷേപ്പിൽ നിന്ന് വരക്കാം. എന്താ അതിന് ചുറ്റും നമുക്കത് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കാം. മുകൾ വശത്തേക്ക് എത്തുമ്പോൾ കുറച്ചൊരു വീതി കൂട്ടി കൊടുക്കണം കേട്ടോ. താഴത്തെ പോലെയല്ല, മുകളിലേക്ക് എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് വീതി കൂട്ടി കൊടുക്കാം. അതിന് ശേഷം അതിന് ചുറ്റും നമുക്ക് ആദ്യം വരക്കാം കേട്ടോ. ആദ്യം ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് മുകൾ വശത്തേക്ക് എത്തുമ്പോൾ ചെറിയ രീതിക്കൊന്ന് വീതി കൂട്ടി കൊടുക്കണം. ഇതുപോലെ വരച്ചു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി വരക്കണം കേട്ടോ. ഇത്ര എണ്ണ വരക്കുന്നത്. ഒരെണ്ണം കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. വരച്ചു. അതിന് ശേഷം നമുക്കിത് ഇവിടുന്ന് താഴത്തേക്ക് ഇതുപോലെ ഒന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര മാത്രമേ നമുക്ക് ബേസിക്കായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രം, കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ ഇത്ര വരെ കൊടുക്കാം. അതിന് ശേഷം ഇതാ മുകളിൽ നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ട വെച്ചാൽ ഇത്ര മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ബാക്കി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതൊക്കെ നമ്മൾ പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് ജസ്റ്റ് ഇപ്പം ഇത് ആ ഒരു ഷേപ്പില്ല, നമുക്കിത് ഈ ഒരു ഷേപ്പ് മൈൽപ്പീലിയുടെ ആ ഒരു ഷേപ്പ്, മുകൾ വശത്തെ ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 3-4 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ പെയിൻറ്റിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം നമ്മൾ സെൻറ്ററിൽ കൊടുക്കുന്ന കണ്ടില്ലേ, ഈ ഒരു ഡാർക്ക് ബ്ലൂ ഇല്ലേ, ആ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കുറച്ച് നമ്മുടെ പാലറ്റിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു നുള്ള് മതിയേ, ഒരു നുള്ള് മതി, കാരണം സെൻറ്ററിൽ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഒരു നുള്ള് പാലറ്റിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ബ്രഷൊക്കെ ഒന്ന് കഴുകുക. എന്നിട്ട് നമ്മൾ ഈ പോയിൻ്റ് ബ്രഷ് ഉപയോഗിക്കുക. പോയിൻ്റ് ബ്രഷ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പുറം വശത്തൊക്കെ ആയിപ്പോവും കേട്ടോ. അതുകൊണ്ടാണ് ഇത് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ആദ്യം നമുക്കൊന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്ലൂ കളറില്ലേ, ആ ഒരു ബ്ലൂ കളർ പെയിൻറ്റ് നമ്മൾ പാലറ്റിലേക്ക് ആക്കിയ പെയിൻറ്റില്ലേ, ആ ഒരു പെയിൻറ്റിലേക്ക് നമ്മുടെ ഈ ഒരു വൈറ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് ലൈറ്റ് കളർ ആക്കുക. ഒരു സ്കൈ ബ്ലൂ കളർ ആക്കിയെടുക്കുക. ഇപ്പോൾ കുറച്ച് ഡാർക്ക് അല്ലേ ഉള്ളത്, കുറച്ച് വൈറ്റ് കുത്തിച്ച് കൊടുത്താൽ കുറച്ച് ലൈറ്റ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റ് കളർ ആക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കൊടുക്കുക. പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് പോയിൻ്റ് ബ്രഷ് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ബ്രഷ് എടുക്കുക കേട്ടോ. അധികം പീലില്ലാത്ത ടൈപ്പ് ഈ ഒരു ബ്രഷ് എടുക്കണമെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബ്രഷ് എടുക്കണമെങ്കിൽ ഇതെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ബ്രഷാണ് എടുക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷാണ് എടുക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ അത് ചെയ്തു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതില്ലേ അവിടെ നമ്മൾ കൊടുക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ യെല്ലോ കളറ് അതിന് തൊട്ട് ബാക്കിലായിട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കൊടുക്കുന്ന കളറ് റെഡാണ് കേട്ടോ. അപ്പോൾ റെഡ് നമുക്കൊന്ന് ഇതുപോലെ ഇട്ടേച്ചും വരാം. അതിൻ്റെ ബാക്കിൽ കൊടുക്കാൻ വേണ്ടി പോകുന്ന കളറ് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ വെച്ചാൽ നമ്മുടെ റെഡും അതുപോലെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഒരു ബ്ലൂ ഇല്ലേ, ആ ഒരു ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തെടുത്ത ഒരു കളറാണ്. ഒരു പർപ്പിള് ആ ഒരു ഷെയ്ഡ് കണക്കത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് മിക്സ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിലൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തില്ലേ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മുടെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി പോകുന്നതായിട്ട് നമ്മുടെ പോയിൻ്റ് ബ്രഷ് എടുക്കാം. പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് നമുക്കിത് ആദ്യം സെൻറ്ററിലുള്ള ഇതിന് നമുക്കിതാ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ ബ്ലാക്ക് കളറിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ തൊട്ട് ബാക്കത്തെ ഒരു ബ്ലൂവും യെല്ലോയും കൂടി ചേരുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലെ ഔട്ടിനിടാം. ഇതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് ഇട്ടിച്ച് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുള്ള് നമ്മുടെ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പോയിൻ്റ് ബ്രഷ് ഞാൻ എന്താക്കാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലാസ്റ്റത്തെ ഒരു കളർ കൊടുത്തില്ലേ അതിന് ചുറ്റും ജസ്റ്റ് ഒരു നേരിയ രീതിക്ക് നമ്മുടെ ഗ്രീൻ വെച്ചിട്ട് ഒരിങ്ങനെ ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നേരിയ രീതിക്ക് മതി. അത് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തില്ലേ അതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പം അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു താഴത്തോളം കൊടുത്ത ലൈനില്ലേ ആ ഒരു ലൈൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ ബ്രഷിനെ കൊണ്ട് പോയിൻ്റ് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, നമുക്കിതാ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ അതിന് തൊട്ട് ബാക്കിലായിട്ട് ഇതാ ആദ്യം ഇതുപോലെ കൊടുക്കാം. പിന്നെ എന്താ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് ആദ്യം ഇതുപോലെ കൊടുക്കുന്നുണ്ടേ. കണ്ടില്ലേ, കുറച്ച് ഞാൻ വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നല്ല കട്ടിക്ക് കൊടുക്കുക. ഇവിടേക്ക് എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഇതാ ഇവിടുന്ന് കുറച്ചിങ്ങനെ കട്ടിക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സൈഡ് കുറച്ചിങ്ങനെ ഫില്ല് ചെയ്തില്ലേ, നമുക്കത് ഇവിടെ താഴ്ന്ന് തന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കാം. ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ വലിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രഷ് ഒന്ന് കഴുകാം. ബ്രഷ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആദ്യം പെയിൻ്റ് എടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, ഇവിടെ എത്തുമ്പോൾ വലിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട്
നമുക്ക് ഒരു സൈഡ്, അതായത് ഈ ഇപ്പം ഇത്ര വരെ കൊടുത്തില്ലേ, ആ ഒരു സൈഡ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ എല്ലാവർക്കും ഒരു സൈഡ് തന്നെ വശം വരണം എന്നില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമുക്ക് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒരു സൈഡ് ഇതുപോലെ വശം വരും, ഓപ്പോസിറ്റ് വശം ഈ ഒരു കൈക്ക് ഇതുപോലെ ഇങ്ങനെ വഴങ്ങയില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലതാ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ, ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മയിൽപ്പീലി വരുന്നത്. നമ്മളിത് കൈവച്ച് വരച്ചോണ്ട് വന്നിട്ട് ഇതുപോലെ നമുക്ക് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. കാരണം അത് നമുക്ക് ട്രേസ് എടുത്തിട്ട് അതേ ഒരാളിൽ വരക്കാം. ഇപ്പോൾ ഞാൻ കൈവച്ച് ഞാൻ ജസ്റ്റ് ആരും ഒരാളെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ഞാൻ ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുമാതിരി ഒരു വലിയ സൈസ് മയിൽപ്പീലിനെ പോലെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നവർക്ക് പ്രിൻ്റ് എടുക്കാം കേട്ടോ. 10 രൂപ 20 രൂപ പ്രിൻറ്റിന് വരുന്നുള്ളൂ. പ്രിൻ്റ് അത് എനിക്ക് ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരാളിൽ തന്നെ പോയിൻറ്റ് ബ്രഷൊക്കെ ഉപയോഗിച്ച് നല്ലോടത്ത് വരക്കാൻ പറ്റും. ഈ ഒരു സൈഡ് നല്ല ഫിനിഷിങ്ങിൽ വന്നിന്, ഓപ്പോസിറ്റ് വശത്ത് വരുന്ന സമയത്ത് എനിക്കൊരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.